Good evening, church. ഈ ഓൺലൈൻ പ്രേയറിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. താങ്ക് യു ഫോർ ജോയിനിങ്. It's a time of praise and worship. അതുകൊണ്ട് ജോയിൻ ചെയ്ത എല്ലാവരെയും we encourage you to take this moment, this praise and worship time. Let's give everything unto Jesus. He is worthy of our praise. Amen. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും, ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്, എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, മനോവേദന ഫലശോധന മമ ജീവിത പാതയതിൽ, മനോവേദന ഫലശോധന മമ ജീവിത പാതയതിൽ. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും, മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. എത്ര നല്ലവൻ, എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനാ, എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനാ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ, ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. Thank you, God. We welcome you, Father. Daddy, thank you for your presence. ദൈവങ്ങളുടെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. We welcome you, Holy Spirit. അല്പസമയം നമുക്ക് അതിരങ്ങളെ തുറന്ന് നമുക്ക് ദൈവത്തിന്
പോകുന്ന വചനങ്ങൾക്കായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവം. ഞങ്ങളുടെ ഹൃദയങ്ങൾ അത് തൊടണമേ കർത്താവ് ദൈവമേ. എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കളിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു രാത്രിയിൽ കൂടെ അല്ലെങ്കിൽ ഒരു ബുധനാഴ്ച രാത്രിയിൽ കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ, കർത്താവിനെ ആരാധിപ്പാൻ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനങ്ങൾ ധ്യാനിപ്പാൻ ഒക്കെ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഓരോ ബുധനാഴ്ചകളിലും നമ്മൾ കർത്താവ് യേശുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. കർത്താവ് യേശു തൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങൾ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹനനൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ ഈ ഓരോ ബുധനാഴ്ച ഈ സന്ദേശം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിശ്വാസം ഉണ്ടാകാറുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കണം, കർത്താവെ യേശു ജീവിച്ചിരുന്ന കാലത്ത് ഇങ്ങനെയൊക്കെ നടന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്നും കർത്താവിന് ഇതല്ല ഇതിൻ്റെ അപ്പുറം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളിത് ഈ വചനം കേൾക്കുമ്പോൾ ഈ കർത്താവ് ചെയ്ത ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും സംഭവിക്കും. അത് എത്ര വലുതായാലും ചെറുതായാലും അത് സംഭവിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. സോ കർത്താവ് യേശുവിൻ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ വന്ദനം ചെയ്യുകയാണ്. ഇന്ന് രാത്രി കാലത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 17-ാമത്തെ അധ്യായം 24 മുതൽ 27 വരെ വായിക്കാം. അവർ കഫർന്നഹൂമിലെത്തിയാറെ ദ്രഹ്മപ്പണം വാങ്ങുന്നവർ പത്രോസിൻ്റെ അടുക്കൽ വന്നു. നിങ്ങളുടെ ഗുരു ദ്രഹ്മപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഉവ്വ് എന്നവൻ പറഞ്ഞു. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശീമോനെ, നിനക്ക് എന്തു തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോട് എന്നവൻ പറഞ്ഞു. യേശു അവനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക. അതിൻ്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മപ്പണം കാണും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഈ സംഭവം അറിയാവുന്നതാണ്. കാരണം യേശു കർത്താവിനെ ടാക്സ് കൊടുക്കാൻ ഇല്ലാത്ത സമയത്ത് നാം മനസ്സിലാണ് ഈ ടാക്സ് റോമൻ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് അല്ല. വേറെ സമയത്ത് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കൈസർക്ക് കരം കൊടുക്കുന്ന വീതമാണോ അല്ലയോ എന്ന്. അപ്പോൾ നമുക്കറിയാം ആ സംഭവത്തിൽ യേശു ഒരു കോയിൻ കാണിക്കാൻ പറയുന്നു. ആ കോയിനത്തിനകത്ത് മേലെടുത്തും സുരൂപ ആരുടേത്? കൈസറിൻ്റെത് എന്ന് പറയുമ്പോൾ കൈസറുള്ളത് കൈസറിനും ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുക്കാൻ പറയുന്നത്. പക്ഷേ ഇവിടെ പറയുന്ന ഈ ടാക്സ് കൈസറിനുള്ള ടാക്സ് അല്ല. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ അതിൻ്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, അവർ കവർന്നഹൂമിലെത്തിയാറെ ദ്രഹ്മപ്പണം വാങ്ങുന്നവർ പത്രോസിന് അടുക്കൽ വന്നു. നിങ്ങളുടെ ഗുരു ദ്രഹ്മപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. ഉവ്വ് എന്നവൻ പറഞ്ഞു. അതായത് അവിടെ നമ്മൾ ഇംഗ്ലീഷ് വായിക്കുന്നത്, ആൻഡ് വെൻ ദേ വെർ കെയിം ടു കവർന്നഹൂം ദേ ദാറ്റ് റിസീവ് ട്രിബ്യൂട്ട് മണി കെയിം ടു പീറ്റർ ആൻഡ് സെഡ് ഡോത്ത് യുവർ മാസ്റ്റർ പേ ട്രിബ്യൂട്ട്. അതായത് ദേവാലയത്തിൽ ഉള്ള ഒരു ടാക്സാണിത്. ഇറ്റ്സ് എ ടെമ്പിൾ ടാക്സ്. നമുക്കറിയാം, നമ്മൾ എയർപോർട്ടിലൊക്കെ പോയി എയർപോർട്ട് ടാക്സ് കൊടുക്കണം എന്ന് പറയുന്ന പോലെ ദിസ് ഇസ് എ ടെമ്പിൾ ടാക്സ്. അതായത് യഹൂദന്മാരാൽ ആലയത്തിൽ കയറാൻ വേണ്ടിയുള്ള ഒരു ടാക്സാണിത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇത് സത്യത്തിൽ റോമൻ ഗവൺമെൻറ്റോട്ട് വലിയ ബന്ധമുള്ളതല്ല. എന്നാൽ ഈ പൈസയിൽ ചില ഗവൺമെൻറ് എടുത്തെന്നും പറയുന്നുണ്ട്, ചില ഭാഗത്ത് അങ്ങനെ പറയുന്നുണ്ട്, നമുക്കത് അറിയത്തില്ല. എനിവേ, എന്തായാലും ഇത് ഒരു ടെമ്പിൾ ടാക്സാണ്. അപ്പോൾ അവിടെ പത്രോസ് ഇവർ കവർന്നഹൂമിൽ വരുമ്പോൾ ചോദിക്കുകയാണ്, അവർ കവർന്നഹൂമിൽ എത്തിയാറെ ദ്വിദ്രഹ്മപ്പണം വാങ്ങുന്നവർ പത്രോസിൻ്റെ അടുക്കൽ വന്നു. നിങ്ങളുടെ ഗുരു ദ്വിദ്രഹ്മപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഉവ്വ് എന്നവൻ പറഞ്ഞു. നമുക്ക് ഈ സംഭവം വായിക്കുമ്പം കർത്താവ് യേശുവിൻ്റെ ശുശ്രൂഷയിൽ തനിക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്ത ഒരേ ഒരു സംഭവമാണിത്. പ്രൈസ് ഗോഡ്. യേശു ഒരിക്കലും തൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി തൻ്റെ ദൈവത്വം ഉപയോഗിച്ച് ഒരിക്കലും ഒരു അത്ഭുതം ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ഈ അത്ഭുതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇത് സത്യത്തിൽ ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു. നമ്മൾ സത്യത്തിൽ പഠിച്ചു നോക്കിയാലേ പത്രോസിന് പറ്റിയ ഒരു മണ്ടത്തരമായിരുന്നു ഈ അത്ഭുതം, അല്ലെങ്കിൽ ഈ അത്ഭുതം ചെയ്യാൻ കാരണമായി തീർന്നത് പത്രോസ് പറ്റിയൊരു മണ്ടത്തരമായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ 25-ാമത്തെ വാക്യം വായിക്കുമ്പം, അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശീമോനെ, നിനക്ക് എന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോടെന്നവൻ പറഞ്ഞു. അപ്പോൾ ഈ ടെമ്പിൾ ടാക്സ് പിരിക്കുന്ന ആളുകൾ വന്നിട്ട് ചോദിച്ചു, പത്രോസിനോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ഈ ടെമ്പിൾ ടാക്സ് കൊടുക്കുന്നില്ലയോ? പിന്നെ പുള്ളി വലിയ ഗമയ്ക്ക് കയറി പറഞ്ഞു, കൊടുക്കും, പിന്നെ കൊടുക്കാതെ എവിടെ പോകാനാ? പ്രൈസ് ഗോഡ്. സത്യത്തിൽ യേശുവിന് ടെമ്പിൾ ടാക്സ് കൊടുക്കേണ്ട യേശു അതിൽ വിശ്വസിച്ചിരുന്നില്ല. കാരണം അത് സത്യത്തിൽ പത്രോസിൻ്റെ ഒരു ആവശ്യമില്ലാത്ത ആൻസറായിരുന്നു അത്.
നമുക്ക് താഴോട്ട് സംഭവം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആവശ്യമില്ലായിരുന്നെന്ന്. പ്രൈസ് ഗോഡ്. പിന്നെ മാത്രമല്ല, ഈ ഒരു സംഭവം 4 സുവിശേഷകന്മാരിൽ മത്തായി മാത്രം എഴുതിയിരിക്കുന്നത്. ലൂക്കോസ് എഴുതിയില്ല, മാർക്കോസ് എഴുതിയില്ല, യോഹന്നാനും എഴുതിയില്ല. കാരണം മത്തായി എഴുതാൻ കാരണം ഈ വാസ് എ ടാക്സ് കളക്ടർ. അപ്പോൾ പുള്ളിക്കാർ ഒരു ടാക്സ് കളക്ടറാണ്. ഈ ടാക്സുമായിട്ട് തനിക്ക് ഇച്ചിരി ബന്ധം കൂടുതലായതുകൊണ്ടും ഈ സംഭവം താൻ രേഖപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. നമ്മളിവിടെ കാണുമ്പോൾ പഴയ നിയമത്തിൽ എക്സോഡസ് 3:30 11 മുതൽ 15 വായിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം നോക്കാം. എക്സോഡസ് ചാപ്റ്റർ 30 വേഴ്സ് 11 through 15. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധയുണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താൻ്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1/2 ശേക്കൽ കൊടുക്കണം. ശേക്കൽ എന്നത് 20 ഗേര. ആ 1/2 ശേക്കൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിന് മീതെയുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ 1/2 ശേക്കലിൽ അധികം കൊടുക്കരുത്, ദരിദ്രൻ കുറച്ച് കൊടുക്കുകയും അരുത്. ഓക്കെ, ഇപ്പം പഴയ നിയമത്തിൽ ഈ ഒരു ടെമ്പിൾ ടാക്സ് സപ്പോർട്ടിന് ചെറിയൊരു വചനഭാഗമായത്. പ്രൈസ് ഗോഡ്. അപ്പം ഇവിടെ നമ്മൾ 24-ാമത്തെ ഈ വാക്യം വായിക്കുമ്പോൾ സത്യത്തിൽ അവിടെ അവർ കവർണഹൂമിലെത്തിയാറെ ദ്വിദ്രഹ്മപ്പണം വാങ്ങുന്നവർ പത്രോസിൻ്റെ അടുക്കൽ വന്ന് നിങ്ങളുടെ ഗുരു ദ്രഹ്മപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിനെ, ഇത് സത്യത്തിൽ ഇറ്റ് വാസ് എൻ ഒഫെൻസീവ് ക്വസ്റ്റ്യൻ. ഇത് സത്യത്തിൽ യേശു ടാക്സ് കൊടുക്കുന്നു ഇല്ലെന്ന് ഒന്നുള്ള അതല്ല, അവിടെ ഒരു ഒഫൻസ് ഉണ്ടാക്കുക, ഒരു പ്രശ്നമുണ്ടാക്കുക എന്ന തരത്തിലാണ് ചോദിച്ചത്. നമുക്കറിയില്ല, ഇപ്പോൾ ചില ആളുകളൊക്കെ വെറുതെ ഒരു വഴക്കുണ്ടാക്കണമെങ്കിൽ ചുമ്മാ ഒന്ന് എന്താണ് അവിടെ നിൽക്കുന്നത്, എന്താടാ എന്നൊക്കെ ചുമ്മാതെ വേണേൽ വഴക്കുണ്ടാക്കാൻ ഒരു കാരണമില്ല, ഒരു കാരണം ഉണ്ടാകാം എന്ന് പറഞ്ഞതുപോലെ സത്യത്തിൽ ഒരു ഒഫൻസീവ് ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ പത്രോസ് ഗമയ്ക്ക് കയറി അങ്ങ് അടിച്ചു, കൊടുക്കും, ഞങ്ങളുടെ കർത്താവ് കൊടുക്കും എന്ന് പറഞ്ഞു. സത്യത്തിൽ യേശു അങ്ങനെ കൊടുക്കാനൊന്നും ആഗ്രഹിച്ച ആൾ യേശു കൊടുക്കാനും താല്പര്യമില്ലായിരുന്നത്. എന്നാൽ ഞാൻ ഇതിനകത്തൊരു അത്ഭുതം നടന്നു. കാരണം നമുക്ക് ചില മണ്ടത്തരങ്ങൾ പറ്റുമ്പോഴും നമ്മുടെ ആ മണ്ടത്തരങ്ങൾ ക്ഷമിച്ചിട്ട് കർത്താവ് അത്ഭുതം ചെയ്യാൻ വിശ്വസ്തനാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് ചില മണ്ടത്തരങ്ങൾ പറ്റി കാണും. ആ മണ്ടത്തരങ്ങളിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്തേ പറ്റൂ. പ്രൈസ് ഗോഡ്. അങ്ങനെ നമ്മൾക്ക് പറ്റിയ മണ്ടത്തരങ്ങളിൽ നമ്മൾ വീണു പോകാതെ നമ്മൾക്കതിനകത്തൊരു നഷ്ടമോ കഷ്ടമോ വരാതിരിക്കാൻ ഒരുപക്ഷെ ദൈവത്തിൻ്റെ ഒരു പെർഫെക്റ്റ് വില്ല അതിനകത്തില്ലെങ്കിലും ദൈവം ചിലപ്പോൾ ചില അത്ഭുതങ്ങൾ നമുക്ക് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു നല്ല ദൃഷ്ടാന്തം ഈ ഭാഗം. പ്രൈസ് ഗോഡ്. നമ്മളതിൻ്റെ 25-ാമത്തെ വാക്യം കൂടെ വായിക്കാം. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശീമോനെ, നിനക്ക് എന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോട് എന്നവൻ പറഞ്ഞു. ഓക്കെ, യേശു ഇത് ചോദിക്കാൻ കാരണം യേശു രാജാവായ കർത്താവിൻ്റെ പുത്രനാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ ദേവാലയത്തിനകത്തിരിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് യഹോവയുടെ പെട്ടകം. ആ പെട്ടകം എന്ന് പറയുന്നത് യഹോവയുടെ പെട്ടകമാണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ പിതാവാണത്. അപ്പോൾ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ പിതാവിനെ ആരാധിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം സത്യത്തിൽ എനിക്കില്ല എന്നാണ് കർത്താവ് ഇൻഡയറക്റ്റായിട്ട് പറയുന്നത്. പ്രൈസ് ഗോഡ്. അവിടെ കർത്താവ് പറയുന്നത് ഇതാണ്, അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശീമോനെ, നിനക്ക് എന്ത് തോന്നുന്നു? അപ്പോൾ ശീമോൻ ഓടി വന്ന് പറയാൻ പോകുമായിരുന്നു, കർത്താവേ, എന്നോട് ചില ആളുകൾ ചോദിച്ചു, നീ എന്താ ടാക്സ് കൊടുക്കുന്നില്ലയോ, ടെമ്പിൾ ടാക്സ് കൊടുക്കുന്നില്ലയോ എന്ന് ചോദിക്കാൻ വരുന്നതിന് മുൻപ് തന്നെ കർത്താവ് അങ്ങോട്ട് ചോദിച്ചു. എന്താ ചോദിച്ചത്? അവന് വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, നിനക്ക് എന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ? അപ്പോൾ അവിടെ പറയുന്നത്, ഈ ഭൂമിയിലെ രാജാക്കന്മാർ അവരുടെ സ്വന്തം മക്കളോട് ടാക്സ് വാങ്ങിക്കുമോ? ഒരിക്കലും വാങ്ങിക്കത്തില്ല. യേശു ഇൻഡയറക്റ്റായിട്ട് ശീമോനെ പഠിപ്പിക്കാൻ ശ്രമിച്ചൊരു പാഠമുണ്ട് അതിനകത്ത്. സത്യത്തിൽ യേശു പറയുന്നതാണ്, ഈ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. കാരണം ഞാൻ രാജാവും കർത്താവുമായ സ്വർഗീയ പിതാവിൻ്റെ ഏകജാതനായ പുത്രനാണ്. ഈ കർത്താവിനെ ആരാധിക്കാൻ ഈ ടെമ്പിളിൽ ഞാൻ കയറുമ്പോൾ എൻ്റെ പിതാവിനെ ആരാധിക്കാൻ എനിക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ ഇവിടെ ഇരിക്കുന്ന ആ പ്രതിഷ്ഠ എന്ന് പറയുന്നത്, അവിടുത്തെ ആ പെട്ടകമെന്ന് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ പെട്ടകമാണ്. എൻ്റെ പിതാവിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്ന പെട്ടകമാണ്. അപ്പോൾ ആ പെട്ടകം ഇരിക്കുന്ന ഈ ആലയത്തിനകത്ത് കയറി ദൈവത്തെ ആരാധിക്കുവാൻ എനിക്ക് സത്യത്തിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഇൻഡയറക്റ്റായിട്ട് അവിടെ പത്രോസിനെ അറിയിക്കാം. പിന്നെ പത്രോസ് ഒരു അബദ്ധം കാണിച്ചു പോയതുകൊണ്ട് അവനെ രക്ഷപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ കർത്താവിനുണ്ട്. പ്രൈസ് ഗോഡ്. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിലെ നമ്മൾ ചിലപ്പോൾ ചില മണ്ടത്തരങ്ങൾ കാണിച്ച് ചില തെറ്റുകൾ ചെയ്താൽ നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ചില ആളുകളുണ്ട്. നമ്മൾ ചെയ്ത കാര്യം ശരിയായതുകൊണ്ടല്ല,
തെറ്റാണെന്ന് അവർക്കും അറിയാം. പക്ഷേ അവർക്ക് ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ നമ്മളൊരു പക്ഷേ ശിക്ഷയ്ക്ക് പാത്രീഭവിക്കും. അതുകൊണ്ട് നമുക്ക് ശിക്ഷ വരാതിരിക്കാൻ വേണ്ടി, പ്രൈസ് ഗോഡ്, അതൊരു പക്ഷേ പ്രോപ്പർ അല്ല, ലീഗൽ അല്ലെങ്കിൽ പോലും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ചില ആളുകൾ നമ്മളെ രക്ഷപ്പെടുത്തും. ഹല്ലേലൂയ. ഇവിടെ സത്യത്തിലെ ഈ പത്രോസ് വളരെ വികാരത്തോടെ കയറി ഇവരോട് പറഞ്ഞു, ഞങ്ങളുടെ കർത്താവ് കൊടുക്കുമല്ലോ എന്നൊക്കെ കയറി പറഞ്ഞപ്പം ഇനി കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാ? പക്ഷേ കൊടുക്കാൻ കർത്താവിൻ്റെ കയ്യിൽ ഇല്ല പൈസ. ഹല്ലേലൂയ. നമ്മൾ താഴോട്ട് വായിക്കുമ്പം നമ്മൾ മാത്രമല്ല, നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഇതുപോലെ ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ, നമുക്ക് ക്വസ്റ്റ്യൻസ് വരും നമുക്കെതിരായിട്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് ആൾ ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങൾ പറഞ്ഞ അന്യഭാഷ ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടി? ഈ വീണ്ടും ജനനമെന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തോ? ഞങ്ങളൊക്കെ അങ്ങ് ശിക്ഷിക്കപ്പെട്ടവരാണോ? ഈ സ്വർഗം എവിടെയാണ് ഉള്ളത്? നരകമുണ്ടോ എന്നൊക്കെ നമ്മളോട് ആൾക്കാർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം, ഈ സത്യത്തിലെ അവർ ചോദിക്കുന്ന ചോദ്യം നമ്മൾ ശരിക്കും ഇച്ചിരി ചുണ്ടി പിടിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നോക്കൂ, ഇവിടെ സത്യത്തിലെ ഈ പത്രോസിനോട് ഈ ചോദ്യം ചോദിക്കുമ്പം പത്രോസിന് വേണമെങ്കിൽ ദേഷ്യം വരാമായിരുന്നു. ഞങ്ങളുടെ കർത്താവിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങളുടെ കർത്താവ് പിന്നെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നൊക്കെ വേണമെങ്കിൽ ദേഷിച്ച് പറയാൻ പറ്റുന്നു. പക്ഷേ പത്രോസ് അവിടെ ദേഷിച്ചും പറഞ്ഞില്ല, സൗമ്യതയിലും പറഞ്ഞില്ല. പുള്ളി അവിടെ കയറി ഒരു മണ്ടത്തരം അടിച്ചതുകൊണ്ട് കർത്താവിന് ഒരു പ്രശ്നം ചെയ്യേണ്ടി വന്നു. അത് കർത്താവ് ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ തനിക്ക് വേണ്ടി ഒരല്പം ചെയ്തിട്ടില്ല, പക്ഷേ തനിക്ക് ഒരല്പം ചെയ്യേണ്ടി വന്നു കർത്താവിന്. പത്രോസിൻ്റെ മണ്ടത്തരം നിമിത്തം യേശു തനിക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യേണ്ടി വന്നു. അതിനകത്ത് പത്രോസിനെ രക്ഷപ്പെടുത്തേണ്ടി വന്നു കർത്താവിന്. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം. നമുക്ക് 1 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 3:15-16 വായിക്കാം. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോളജറ്റിക്സിന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണിത്. കാരണം നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ആളുകൾ, ഇപ്പം നമുക്കറിയാം ഒത്തിരി ഹെഴ്സീസ്, ഒത്തിരി ഇടത്തൂട്ടുകൾ ഉണ്ടാകുന്നുണ്ട്, ഒത്തിരി ദുരുപദേശ കൂട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ദുരുപദേശക്കാർ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവ് ആയതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നോട് ചുമ്മാതെ ഇങ്ങനെ തള്ളടിച്ചു വിടും. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ബൈബിളിനോട്ടൊരു ബന്ധമില്ലാത്ത, ബൈബിളല്ലാത്ത വേറെ കുറേ പുസ്തകം എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് അതും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ അടിച്ചു വിടും. അപ്പോൾ ഈ ബൈബിളുമായിട്ടൊരു ബന്ധമില്ലാത്ത സാധുക്കളായ ഒത്തിരി ആളുകൾ ഇതിനകത്ത് വീണു പോകും. അപ്പോൾ അതുകൊണ്ട് ഓരോ ദൈവവൈതലിൻ്റെ ഉത്തരവാദിത്തമാണ് ഇങ്ങനെയുള്ളതായ ഈ കള്ളത്തരങ്ങൾ ഇരുന്ന് അടിച്ചു വിടുമ്പോൾ അതിനെ ദൈവവചനം കൊണ്ട് വളരെ സൗമ്യതയുടെ ആത്മാവിൽ നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് ന്യായം ചെയ്ത് ഏവനോടും പ്രതിവാദം പറയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം എന്താണ്? രക്ഷിക്കപ്പെടുക എന്ന് വെച്ചാൽ എന്താണ്? സ്നാനപ്പെട്ടത് എന്തിനാണ്? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നിങ്ങൾ അന്യഭാഷ പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താ എന്നൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ ഇതിന് വ്യക്തമായൊരു മറുപടി കൊടുക്കാൻ ഒരു ദൈവപേദലിനെ അറിഞ്ഞിരിക്കണം. അയ്യോ അതൊന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ കളിയാക്കിയാ, അപ്പം നീ വഞ്ചിക്കപ്പെട്ടതാ എന്നൊക്കെ ആൾക്കാർ പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രത്യാശ നമ്മുടെ നിത്യതയെക്കുറിച്ചോ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചോ ഒക്കെ പറയുന്നവരുടെ വിശുദ്ധ ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് അതിൻ്റെ പ്രോപ്പർ ആൻസർ കൊടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഇവിടെ സത്യത്തിൽ ഇവർ വന്ന് പത്രോസിന് ഈ ചോദ്യം ചോദിക്കുമ്പം അതിൻ്റെ പ്രോപ്പർ ആൻസർ കൊടുക്കാൻ പത്രോസിന് കഴിഞ്ഞിരുന്നെങ്കിൽ അനാവശ്യമായി ഈ ഒരു അത്ഭുതം കർത്താവിന് ചെയ്യേണ്ടി വരികയില്ലായിരുന്നു. കർത്താവിന് വേണ്ടി ഒരിക്കലും ഒരു അത്ഭുതം ചെയ്യാത്ത കർത്താവ് തനിക്ക് വേണ്ടി തൻ്റെ ദൈവത്വം ഉപയോഗിച്ച് ഒരു അത്ഭുതം ചെയ്യേണ്ടി വന്ന ഒരു സംഭവമാണ് ഈ സംഭവം. ഹല്ലേലൂയ. ഞാൻ അതിനകത്തൊരു പോസിറ്റീവ് ഒരു നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സംഗതിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ പറ്റിപ്പോയ ചില മണ്ടത്തരങ്ങൾ നിമിത്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് വന്നാൽ അത് പക്ഷേ ചിലപ്പോൾ നമ്മൾക്ക് ഒരു പക്ഷേ ജയിലിൽ വരെ പോകേണ്ട കേസുകളായി മാറാതെ, പ്രൈസ് ഗോഡ്. അപ്പോൾ നാം ചെയ്ത മണ്ടത്തരമാണെങ്കിൽ പോലും നമുക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യുവാൻ ഈ കർത്താവ് തയ്യാറാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പറ്റിയ ചില മണ്ടത്തരങ്ങളാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ ദൈവം ഹൈഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പിടിക്കപ്പെടാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെ ഒരുപക്ഷെ നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നമ്മളെ രക്ഷപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ചില സമയങ്ങൾ, എല്ലാ സമയത്തും അങ്ങനെ ചെയ്യുന്നതും പറഞ്ഞില്ല, പക്ഷേ ചില സമയങ്ങളിൽ ദൈവം നമ്മളെ രക്ഷപ്പെടും, ദൈവം നമ്മളെ കവർ ചെയ്ത് കളയും. ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവ്വശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന യഹോവയെക്കുറിച്ച് എൻ്റെ സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ കോട്ടയം എന്ന് പറയുന്നവനെ. ഇപ്പോൾ എക്സാമ്പിൾ, ദാവീദിനെ തന്നെ എത്രയോ പ്രാവശ്യം ഈ ശൗൽ കൊല്ലാൻ ശ്രമിച്ചു. എത്രയോ പ്രാവശ്യം ശൗലിന് വേണമെങ്കിൽ ദാവീദിനെ കൊന്നുകളയാമായിരുന്നു. പക്ഷെ അവിടെയെല്ലാം പറയുന്നതാണ്, ദൈവം ഒരിക്കലും ദാവീദിനെ ശൗലിനെ ഏൽപ്പിച്ചു കൊടുത്തില്ല. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദാവീദിന് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില തെറ്റുകൾ പറ്റിയാലും
ദൈവകൃപയിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ദൈവകൃപയിൽ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ ചില തെറ്റുകൾ സംഭവിക്കുമ്പോഴും ആ തെറ്റുകൾ നിമിത്തം നമുക്ക് ഒരു പ്രതിസന്ധിയോ പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി അങ്ങനെയുള്ള സമയത്ത് പോലും നമുക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ ഈ കർത്താവ് തയ്യാറാണ്. അതിനുള്ള ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് ഈ ഒരു സംഭവം. ഹല്ലേലൂയ. നമുക്ക് എൻ്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശീമോനെ, നിനക്ക് എന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോട് എന്നവൻ പറഞ്ഞു. യേശു അവനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ. മതി മതി അവിടെ നമ്മൾ വായിക്കുന്നതാ, ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോട് എന്നവൻ പറഞ്ഞു. അപ്പം നോക്കി, പത്രോസ് ഈ സംഭവം അറിയായിരുന്നു. യേശു ചോദിച്ച ചോദ്യം ഇതാണ്. കാരണം യേശുവിന് ഉള്ളിൽ ദേഷ്യം വന്നോന്ന് എനിക്കറിയത്തില്ല. എനിക്കാണെങ്കിൽ ദേഷ്യം വരും. കാരണം ഞാൻ യേശു അല്ലല്ലോ. അപ്പോൾ എനിക്ക് ഒരുപക്ഷെ ദേഷ്യം വന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകൾ ചിലപ്പോൾ ചില ഗ്രൂപ്പിലൊക്കെ പോയിട്ട് മണ്ടത്തരമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. പ്രൈസ് ഗോഡ്. കാരണം നമ്മൾ പറയും, അവിടെ ആ വാക്ക് പറയണ്ടായിരുന്നു, അവിടെ ആവശ്യമില്ലാതെ ആ വാക്ക് യൂസ് ചെയ്ത്. സത്യത്തിൽ ഇവിടെ ഇത് വരുമ്പോൾ ഈ പത്രോസ് ഒരു പ്രോപ്പർ ആൻസർ കൊടുത്തിരുന്നെങ്കിൽ ഈ ചൂണ്ടയിടാൻ പോകേണ്ട കാര്യമോ ഈ മീനിൻ്റെ വയറ്റിൽ ഇരിക്കുന്ന ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടാകത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം കർത്താവ് ചോദിക്കുമ്പോൾ ഒരു ആൻസർ പറയുന്നുണ്ട്. കർത്താവ് ചോദിക്കുന്നത് എന്താ? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചന് അന്യരോട് എന്നവൻ പറഞ്ഞു. അപ്പോൾ അവൻ പറയുകയാണ് അന്യരോടാണ്. യേശു പുത്രനല്ലേ? യേശു പുത്രനല്ലേ? യേശു ദൈവപുത്രനല്ലേ? ഈ ജെറുസലേം ദേവാലയത്തിൽ അവർ വിചാരിക്കുന്ന, അവിടെ വസിക്കുന്നു എന്ന് അവർ വിശ്വസിക്കുന്ന ആ സാക്ഷാൽ യഹോവയായ ദൈവം, ആ എലോഹിം എന്ന് പറയുന്ന ആ ദൈവം, അല്ലെങ്കിൽ ആ പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനത്തിലൂടെ വെളിപ്പെടുമ്പോൾ ആ ദൈവത്തിൻ്റെ ഓമനപുത്രനല്ലേ ഇത്? ഈ പുത്രൻ അവിടെ കയറാൻ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. പക്ഷെ അന്നേരം അവർ ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി എവിടെയും കയറി അടിക്കുന്ന ആളാണല്ലോ. ഈ പത്രോസിൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, എവിടെയും കയറിയും പുള്ളി വലിയ ആളെ കളിക്കും. അങ്ങനെ പുള്ളി കളിച്ചങ്ങ് പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ വന്ന് കർത്താവ് ചോദിച്ചപ്പം പുള്ളിക്ക് മനസ്സിലായ അബദ്ധം പറ്റിയെന്ന്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ചോദിക്കുന്നതാ, എടാ കുഞ്ഞേ, പറയുന്നതാണ്, ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോട് എന്നവൻ പറഞ്ഞു. യേശു അവനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അന്യരോടെന്ന് വ്യക്തമായിട്ട് പത്രോസ് പറഞ്ഞു. ഈ അവർ ചോദിക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ പോരായിരുന്നു പത്രോസിന്. പക്ഷേ പത്രോസ് പറഞ്ഞില്ല. പത്രോസ് അവിടെ ആൾ കളിക്കാൻ നോക്കി. എന്നുവെച്ചാൽ കർത്താവിനെ പുള്ളി കവർ ചെയ്യാൻ നോക്കി. ഞങ്ങളുടെ കർത്താവ് അങ്ങനെയൊന്നുമല്ല, എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്ന ആളാണ്, ടാക്സൊക്കെ കൊടുക്കുന്ന ആളാണ് കേട്ടോ എന്ന് ഗമയടിച്ചതാ. സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഹല്ലേലൂയ, ആമേൻ. അന്യരോടെന്നവൻ പറഞ്ഞു. യേശു അവനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ. Peter saith unto him, O strangers, Jesus saith unto thee, then are the children free. എന്ന് വെച്ചാൽ നമുക്കത് കൊടുക്കേണ്ട ആവശ്യമില്ല. പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ. എന്താ യേശു പറഞ്ഞത്? കാരണം നമ്മൾ പുത്രന്മാരാ. ഞാൻ ദൈവത്തിൻ്റെ ഓമനപുത്രനാണ്. നിങ്ങളും എന്നിലൂടെ ആ പുത്രത്വത്തിലേക്ക് വന്ന ആളുകളാണ്. നമ്മൾക്കത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പിതാവായ ദൈവത്തെ, നമ്മുടെ സ്വർഗീയ രാജാവിനെ, നമ്മുടെ സ്വർഗീയ അപ്പനെ ആരാധിക്കാൻ ഈ ആലയത്തിൽ കയറുന്നതിന് നമുക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പത്രോസിനെ കൊണ്ട് തന്നെ പറയിച്ചു. ഹല്ലേലൂയ. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് 27-ാമത്തെ വാക്യം. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കാം. അതിന്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മ പണം കാണും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കാം എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവിടെ പറഞ്ഞതാണ് നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിനെ. എന്ന് വെച്ചാൽ നീ എന്തായാലും കയറി അടിച്ചുപോയി. അവർ ചോദിച്ചപ്പോൾ നീ പറഞ്ഞു ഞങ്ങളുടെ കർത്താവ് കൊടുക്കും എന്ന് നീ പറഞ്ഞു. ഇനി കൊടുക്കാതിരുന്നാൽ നീയും കള്ളനാകും, ഞാനും കള്ളനാകും. അപ്പോൾ നീ പറഞ്ഞല്ലോ നിങ്ങളുടെ കർത്താവ് കൊടുക്കുമെന്ന്, എന്നിട്ട് പിന്നെ ഇങ്ങനെ കൊടുക്കാത്ത എന്താ എന്ന് ചോദിച്ചാൽ നീ കള്ളനുമാകും, എൻ്റെ പേര് മലിനമാകും. പ്രൈസ് ഗോഡ്. അപ്പോൾ എൻ്റെ കൂടെ നടക്കുന്ന നിനക്കിതുവരെ എന്നെക്കുറിച്ച് കാര്യമായി മനസ്സിലായിട്ടില്ല എന്നവർ മനസ്സിലാക്കുകയും അവർ അതിനെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും ചെയ്യും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? പത്രോസ് കാണിച്ച അബദ്ധം നിമിത്തം ഒരത്ഭുതം യേശുവിന് വേണ്ടി ചെയ്യേണ്ടി വന്നു. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി ചെയ്യേണ്ടി വന്നു. നമ്മൾ അവൻ്റെ 27 വായിക്കുമ്പം, എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന്
നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക, അതിൻ്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മപ്പണം കാണും, അത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇത് ദൈവഹിതമല്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഈ സംഭവത്തിൽ ഇവർ 13 പേരുണ്ടെങ്കിലും മറ്റു 11 പേർക്ക് വേണ്ടി യേശു ടാക്സ് കൊടുക്കുന്നില്ല. കൊടുക്കാത്തതിന് കാരണം ഈ പ്രത്യേക ഇൻസിഡൻറ്റിനകത്തെ പത്രോസും യേശുവും അല്ലാതെ അവർ 11 പേരുമില്ല. അവർക്ക് 11 പേർക്കും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. യേശുവിനും ആവശ്യമില്ല, പത്രോസിനും ആവശ്യമില്ല. പക്ഷേ ഈ പ്രത്യേക കേസിനകത്ത് ഇപ്പോൾ പത്രോസ് പ്രതിയായിരിക്കുന്നു, യേശുവിന് ഒരു തരത്തിൽ പ്രതിക്കൂട്ടം നിർത്തിയിരിക്കുക. അപ്പോൾ ഇപ്പോൾ യേശു അടച്ചില്ലെങ്കിൽ, അപ്പോൾ യേശുവിൻ്റെ കൊണ്ട് അടയ്ക്കുമ്പം അവർ ചോദിക്കും, നീ എന്താ അടയ്ക്കാത്തത്, അപ്പോൾ നിനക്ക് വേണ്ടായോ എന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് യേശുവിനും അടയ്ക്കണം, പത്രോസിനും അടയ്ക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യേശു പറഞ്ഞു, എന്തായാലും നീ അങ്ങനെ പറഞ്ഞു പോയല്ലോ, ഇനിയിപ്പം ഒന്നും ചെയ്യണ്ട, പോട്ടെ, നീ എന്തായാലും ഒരു പണിയേ, നീ ആ ചൂണ്ടയെടുത്ത്, പ്രൈസ് ഗോഡ്, നീ പോയി ഗലീല കടലൊന്ന് ചൂണ്ടയിട്. ആ ചൂണ്ടയിൽ കിടന്ന ആദ്യത്തെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നമുക്ക് 2 പേർക്കും അടയ്ക്കാനുള്ള ടാക്സ് ഉണ്ടായിരിക്കും. ഒരു ചതുർദ്രഹ്മ പണം ഉണ്ടായിരിക്കും. ആ പണം എടുത്ത് എനിക്കും നിനക്കും ടാക്സ് കൊടുക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? അങ്ങനെ അവൻ ചൂണ്ടയിട്ടു, എന്ത് ചെയ്തു? ഒരു ചതുർദ്രഹ്മ പണം കിട്ടി. ആ പണം കർത്താവിനും പത്രോസിനും വേണ്ടി ടാക്സ് അടച്ചു. ഈ ടാക്സ് ദൈവഹിതമല്ല ഞാൻ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, കർത്താവ് അങ്ങനെ ഈ മുഖപക്ഷമൊന്നും കാണിക്കത്തില്ല. പ്രത്യേകിച്ച് ടാക്സിൻ്റെ കാര്യത്തിൽ ഇത് ലീഗലായിരുന്നെങ്കിൽ യേശു 13 പേർക്കും ടാക്സ് അടച്ചേനെ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ പ്രത്യേക ഇൻസിഡൻറ്റിൽ, ഈ പ്രത്യേക കേസിൽ പത്രോസും യേശു മാത്രം ഇപ്പോൾ പ്രതിയായിരിക്കുന്നത് കൊണ്ട് മറ്റു 11 പേരെ മാറ്റി നിർത്തി യേശുവിനും പത്രോസിനും വേണ്ടി മാത്രം, പ്രൈസ് ഗോഡ്, ടാക്സ് അടച്ചു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, യേശുവിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിൻ്റെ ദൈവത്വം ഉപയോഗിച്ച് യേശുവിന് വേണ്ടി ഒരു അത്ഭുതം ചെയ്ത ഒരേ ഒരു സംഭവമായത്. പ്രൈസ് ഗോഡ്. യേശു ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ യേശുവിന് വിശന്നു, യേശു ദാഹിച്ചു. അവിടെ യേശുവിനെ കൊണ്ട് കല്ലപ്പമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പിശാചിനെ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് പോലും തനിക്ക് വേണ്ടി ഒരു അത്ഭുതം യേശു ചെയ്തില്ല. പ്രൈസ് ഗോഡ്. ഗത്സമന തോട്ടത്തിൽ യേശുവിനെ പിടിക്കാൻ വന്ന ഒരു ചേവകൻ്റെ കാത് പത്രോസ് അറുക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, നിൻ്റെ ആയുധം മുറയിലിടുക, വാളെടുത്തവൻ വാള നശിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചെവി സൗഖ്യമാക്കുമ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ചാൽ എത്ര ലെഗിയോൻ ദൂതന്മാരെ എനിക്ക് അയച്ചു തരും? യേശു ചോദിച്ചില്ല. പ്രൈസ് ഗോഡ്. യേശു ക്രൂശിക്കപ്പെടുമ്പോഴും യേശുവിനെ പിടിക്കാൻ ചെല്ലുമ്പോഴും യേശുവിനെ അടിക്കുമ്പോഴും ഒക്കെ വേണമെങ്കിൽ യേശുവിന് അത്ഭുതങ്ങൾ ചെയ്ത് വേണമെങ്കിൽ യേശുവിൻ്റെ ശരീരം വേണമെങ്കിൽ പാറ പോലെ ആക്കാമായിരുന്നു. റോമൻ പടയാളികൾ അടിക്കുമ്പോൾ യേശുവിന് തൻ്റെ ബോഡി വേണമെങ്കിൽ പാറ പോലെ ആക്കാമായിരുന്നു. യേശുവിന് ചെയ്യാൻ പറ്റുമോ? അത് ആ മാംസമായ ശരീരം പാറ പോലെ വേണേ ആക്കാമായിരുന്നു. തൻ്റെ കരൽ ആണി അടിക്കുമ്പോൾ ആ ആണി വയ്ക്കുന്ന ആ കരങ്ങൾ വേണമെങ്കിൽ ഇരുമ്പ് പോലെ ആക്കാമായിരുന്നു. ആണി കയറത്തില്ല. അതൊക്കെ യേശുവിന് ചെയ്യാമായിരുന്നു. യേശു ആ ഭാരം മരക്കുരിശ് പിടിക്കുമ്പോൾ ഇപ്പോൾ യേശു പറയുകയാണ്, ഇപ്പോൾ ഇതിൻ്റെ ഭാരം ഇല്ലാതെ പോട്ടെ എന്ന് പറഞ്ഞാൽ അതില്ലാതെ പോകുമായിരുന്നു. അങ്ങനെ യേശുവിന് എന്തെല്ലാം ചെയ്യാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ഒരിക്കൽ പോലും തനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തിട്ടില്ല. പക്ഷേ പത്രോസിൻ്റെ ഈ എടുത്തുചാട്ട നിമിത്തം, ഈ വേണ്ടാത്ത പറച്ചിൽ നിമിത്തം യേശു തനിക്ക് വേണ്ടി ചെയ്യേണ്ടി വന്ന ഒരേ ഒരു അത്ഭുതമാണ് ഈ അത്ഭുതം. പക്ഷെ ഇതിനകത്ത് നമുക്കെന്താണ് ഒരു നല്ല ലെസൺ ഉള്ളത്? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചിലപ്പോൾ ചില മണ്ടത്തരങ്ങളൊക്കെ നമ്മൾ ചെയ്യും. പ്രൈസ് ഗോഡ്. നമുക്കൊക്കെ പറ്റും. എനിക്കും പറ്റിയിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്കൊക്കെ പറ്റും. അതായത് നമ്മൾ എത്ര വിശുദ്ധന്മാരായാലും നമുക്ക് മണ്ടത്തരങ്ങളൊക്കെ പറ്റും. പക്ഷേ ആ മണ്ടത്തരങ്ങൾക്ക് പറ്റിയ ഒരു ശിക്ഷ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ, ചിന്തിച്ചു നോക്കിയേ നിങ്ങളൊക്കെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വിശ്വാസത്തിൽ വന്നതിന് ശേഷം പോലും നമുക്ക് പറ്റിയ മണ്ടത്തരങ്ങൾക്ക് ദൈവം നമ്മളെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ, കർത്താവ് നമുക്കിവിടെ ഒരു അത്ഭുതം ചെയ്തില്ലായിരുന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്,
ഒരുപക്ഷെ ജയിലിൽ പോലും പോകേണ്ട സാധ്യതകൾ ഉണ്ടാകുമായിരുന്നില്ലേ? ആ മണ്ടത്തരങ്ങൾ ചെയ്തപ്പോഴും നമുക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്ത കർത്താവാണ് ഇന്ന് രാത്രി നിങ്ങളെ സ്നേഹിക്കുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പറ്റിയ ചില മണ്ടത്തരങ്ങൾ നിമിത്തം നിങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതിൻ്റെ നടുവിൽ പോലും നിങ്ങൾ കൈവിട്ട് കളയുന്ന ഒരു കർത്താവല്ല നമ്മുടെ കർത്താവ് എന്നോർക്കുമ്പം ഈ ദൈവത്തെ എത്ര ആരാധിച്ചാൽ മതിയാകുന്നത്. നമുക്ക് തെറ്റുകൾ പറ്റിയപ്പോഴും നമുക്ക് വീഴ്ചകൾ വന്നപ്പോഴും താഴ്ചകൾ വന്നപ്പോഴും നമ്മൾ ദൈവകൃപ വിട്ടുപോയ സമയങ്ങളിലൊക്കെ നമ്മളെ തേടി വന്ന ഒരമ്മയെപ്പോലെ നമ്മളെ ഓമനിച്ച ഒരു ഇടയനെപ്പോലെ നമ്മളെ തേടി വന്ന, പ്രൈസ് ഗോഡ്, ആ നല്ല കർത്താവിൻ്റെ ആ സ്നേഹത്തിന് മുമ്പിൽ നമുക്കിന്ന് രാത്രികാലം ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. യേശു ഒരിക്കലും പറഞ്ഞില്ല, എടാ പത്രോസേ, നീ എന്ത് വൃത്തികേടായി കാണിച്ചത്, എടാ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവപുത്രനാണ്, എനിക്കിവിടെ ഇന്നൊരു അത്ഭുതം ഞാൻ ചെയ്തിട്ടില്ല, അപ്പം നീ കാരണം എനിക്കിങ്ങനെ ചെയ്യേണ്ടി വരുന്നല്ലോ എന്ന് പറഞ്ഞ് പത്രോസിന് വഴക്ക് പറയുകയോ ഒന്നും ചെയ്തില്ല. യേശു അത് സഹിച്ചു, യേശു അത് ക്ഷമിച്ചു. വേണമെങ്കിൽ യേശുവിന് വേണ്ടി താൻ ഒരു അത്ഭുതം ചെയ്തില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഇല്ലാതെയായി. യേശുവിന് ഒരു അത്ഭുതം ചെയ്തില്ലേ, യേശു തനിക്ക് ടാക്സ് കൊടുക്കാൻ അത്ഭുതം ചെയ്തില്ലേ, മീൻ്റെ വയറ്റിരുന്ന എന്ന് പറഞ്ഞാൽ യെസ്, തന്നെത്താൻ താഴ്ത്തി, തന്നെത്താൻ ഒഴിച്ചു. യേശുവിൻ്റെ വ്യക്തിത്വം ഇല്ലാതായി പോയ ഒരു സംഭവമായത് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചാൽ, അങ്ങനെ ചിന്തിച്ചാൽ, ആ ഒരു ആംഗിൾ ചിന്തിച്ചാൽ. പക്ഷെ അവിടെയും സൗമ്യനായി താഴ്മയുള്ളവനായി പത്രോസിന് പറ്റിയ അബദ്ധത്തെ പോലും അവനെ കറക്റ്റ് ചെയ്തെങ്കിലും അവന് പറ്റിപ്പോയ അബദ്ധം അതിനെ യേശു കറക്റ്റായിട്ട് ചെയ്തു. ടാക്സ് അടച്ചു. യേശു ആവശ്യമില്ലായിരുന്നു, യേശു ടാക്സ് അടച്ചു. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നമുക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. ഞാൻ ദൈവമക്കളെ, ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴോ പറ്റിപ്പോയ ചില തെറ്റുകൾ, ചില മണ്ടത്തരങ്ങൾ, നിങ്ങൾ അതിനെ ഓർത്ത് ഇങ്ങനെ വ്യാകുലപ്പെട്ട് അയ്യോ എനിക്ക് വിശ്വാസത്തിൽ വന്നിട്ട് അങ്ങനെ പറ്റിപ്പോയല്ലോ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കുന്തോ ഇല്ല. റോമാലേഖനം 8:1 പറയുന്നത്, there is therefore no condemnation those who are in Christ Jesus. ആകയാൽ ക്രിസ്തുവേശുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയുമില്ല. ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവേശുവിലാണോ? തെറ്റുകൾ പറ്റിപ്പോയി കാണാം, അബദ്ധങ്ങൾ സംഭവിച്ചു കാണാം. പക്ഷെ നിങ്ങൾ ക്രിസ്തുവേശുവിലാണെങ്കിൽ there is therefore no condemnation those who are in Christ. ഹല്ലേലൂയ. ആ ഒരു വാക്യം നിങ്ങൾ ധൈര്യപ്പെടുത്തട്ടെ. റോമൻസ് 8:1, റോമാലേഖനം 8:1. ആകയാൽ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയുമില്ല. പത്രോസിൻ്റെ അബദ്ധത്തെ യേശു റെക്ടിഫൈ ചെയ്തെങ്കിൽ, യേശുവിൻ്റെ തനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തില്ലെന്ന് പറയാൻ കഴിയാത്ത തരത്തിൽ ഒരു അത്ഭുതം ചെയ്യേണ്ടി വന്നു പോയെങ്കിൽ, അവിടെയും ആ ദൈവത്തെ മാറ്റി നിർത്തി ഒരു മനുഷ്യനെ പോലെ പത്രോസിനോട് താണിറങ്ങിയ കർത്താവിൻ്റെ ആ സ്നേഹം നമുക്കും പിന്തുടരാം. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഇതുപോലെ ചില അബദ്ധങ്ങൾ പറ്റുമ്പോൾ, ആ അബദ്ധങ്ങൾ നിമിത്തം ഇന്നും നീർച്ചുഴിയിൽ കിടന്ന് കറങ്ങുന്നത് പോലെ, അല്ലെങ്കിൽ ഉമിത്തിയിലിരുന്ന് വെന്തെരിയുന്നത് പോലെ അതിനെ ഓർത്ത് ദുഃഖിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ധൈര്യത്തിനോട് പറയുന്നു, there is therefore no condemnation. നിങ്ങളുടെ പാപം എത്ര കടിഞ്ചുവപ്പാലും അത് രക്താംബരം പോലെയാലും അതിനെ മഞ്ഞുപോലെ പഞ്ഞുപോലെയാക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ നല്ല രാത്രി സമയത്തിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടങ്ങി വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ദൈവസന്നിധിയിൽ കേട്ടതുപോലെ കഴിഞ്ഞ കാല ജീവിതങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പല കർത്താവെ മണ്ടത്തരങ്ങളും, പല കർത്താവെ പിഴവുകളും, പല തെറ്റുകളും കർത്താവെ വീണ്ടും അതോർത്ത് വ്യാകുലപ്പെട്ട് അതിൽ വ്യസനിച്ച് കർത്താവ് മനം കലങ്ങിയും കർത്താവെ ഹല്ലേലൂയ ദൈവത്തിൽ അടുക്കുവാൻ കഴിവില്ലാതെ ആയിരിക്കുന്ന ആരെങ്കിലും ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവെ അവിടുത്തെ അങ്ങയുടെ രക്തത്താൽ ശുദ്ധീകരിച്ച്
കർത്താവെ, അങ്ങയുടെ മക്കളാക്കി തീർത്ത്, അങ്ങയുടെ കൃപയ്ക്ക് അവകാശികളാക്കി തീർത്ത്, അവിടുന്ന് കൂട്ടിച്ചേർത്ത ആ വൻ കൃപയെ ഓർത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ കർത്താവിനോട് അടുക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കുറ്റബോധത്തിൽ ആരും നീറി മുൻപോട്ട് പോകുവാൻ ഇടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് അങ്ങയുടെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മൾ 24-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, അവൻ കവർണകുമിലെത്തിയാറെ ദ്വിദ്രഹ്മപ്പണം വാങ്ങുന്നവർ പത്രോസിന് അടുക്കൽ വന്ന് നിങ്ങളുടെ ഗുരു ദ്വിദ്രഹ്മപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇറ്റ് വാസ് എൻ ഒഫൻസീവ് ക്വസ്റ്റ്യൻ. ഒരു പ്രത്യാക്രമണ ചോദ്യമായിരുന്നു. എന്ന് വെച്ചാൽ ഒരു തിരിച്ചൊരു ആക്രമണം അവർ പ്രതീക്ഷിച്ചു. അവിടെ ഒരു ദേ വർ ട്രൈങ് ടു മേക്ക് എൻ ഇഷ്യൂ. അവിടെ ഒരു പ്രശ്നമുണ്ടാകാൻ അവർ ശ്രമിക്കുകയായിരുന്നു. പ്രൈസ് ഗോഡ്. എന്നാൽ ആ സമയത്ത് ഒരു പ്രോപ്പർ ആൻസർ അല്ല പത്രോസ് കൊടുത്തത്. എങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായില്ല. നമ്മളിവിടെ വായിച്ചതുപോലെ നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയോട് കൂടി പ്രതിവാദം പറവൻ ഒരുങ്ങിയിരിക്കണം. ദൈവമക്കളെ, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ പത്രോസിന് പറ്റിയൊരു അബദ്ധം നമുക്കുണ്ടാകാതിരിക്കാൻ അതിന് പ്രോപ്പർ ഒരു ആൻസർ വിശുദ്ധ ബൈബിളിൽ നിന്ന് കൊടുക്കാനുള്ളതായ പരിജ്ഞാനവും ജ്ഞാനവും വിവേകവും നമുക്കുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. വിശ്വസ്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവേ, ഞങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയോടും സാവധാനതയോടും കൂടി പ്രത്യുത്തരം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അതൊരു വചനം വായിക്കുവാനും വചനം കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും കർത്താവെ, മറ്റുള്ളവരോട് നല്ലതുപോലെ കർത്താവ് ചോദിക്കുന്നതിന് നല്ല ആൻസർ കൊടുക്കുവാനും വചനപ്രകാരം കൊടുക്കുവാൻ എല്ലാവരും ഈ ദിവസങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, അതിന് ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ കർത്താവ് ദേവസ്ഥാനയിൽ പ്രാർത്ഥിക്കുവാനും വചനം ധ്യാനിക്കുവാനും വചനം കേൾക്കുവാനും കേൾക്കുന്ന വചനങ്ങൾ ജീവിതത്തിൽ സംഗ്രഹിക്കുവാനും എല്ലാം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോരുത്തരും ഏത് ആറ്റിറ്റ്യൂഡിൽ ഏത് ചോദ്യം ചോദിക്കുന്നു അത് മനസ്സിലാക്കി അതിനോട് കർത്താവ് ഉത്തരം പറയുവാൻ ഈ ദിവസങ്ങളിൽ എല്ലാവരും ഒരുങ്ങിയിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങ് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ജയം തന്നതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. 26-27 വാക്യത്തിൽ യേശു അവനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ, എങ്കിലും നാം അവർക്ക് ഇടച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടിലിട്ട് മീനെ പിടിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചോദിച്ചവരെ ഒഫൻഡ് ചെയ്യാതിരിക്കാനും പത്രോസിനെ രക്ഷപ്പെടുത്താൻ യേശു ഇവിടെ ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ചോദിച്ച വ്യക്തിയെ അവൻ കർത്താവ് ഒഫൻഡ് ചെയ്യുന്നതുമില്ല, കർത്താവ് പ്രത്യാക്രമണം നടത്തുന്നതുമില്ല. അപ്പോൾ തന്നെ പത്രോസിനെ രക്ഷപ്പെടുത്താൻ കർത്താവ് ശ്രമിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അവസരങ്ങൾ വരുമ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നവരെ ഒഫൻഡ് ചെയ്യാതെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താനുള്ളതായ ഒരു ഹൃദയം നമുക്കൊക്കെ ഉണ്ടാവും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, കർത്താവെ, ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ ജീവിതത്തോട് അനുബന്ധിച്ച് വരുന്ന ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ കർത്താവെ, ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് കർത്താവെ ഒരു താങ്ങാകുവാൻ, കർത്താവെ വയസ്സായി ഇടപെടുവാൻ ഞങ്ങളെ കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും അവരെ ഒഫൻഡ് ചെയ്യാതെ കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങളോട് കൂടെ ചേർന്ന് നിൽക്കുന്നവരെ അനുഗ്രഹിക്കുന്നവരായി മാറുവാൻ കർത്താവെ, അവർക്ക് ആവശ്യമുള്ള കൈത്താങ്ങൽ കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള മനസ്സും കൃപയും ഞങ്ങൾക്ക് തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, അത് മനസ്സിലാക്കുവാനുള്ള ദൈവപരിജ്ഞാനവും ഞങ്ങൾക്ക് തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമുക്കറിയാം, ഗലീല കടലിൽ പോയി ഒരു മത്സ്യത്തെ പിടിക്കുമ്പോൾ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ പത്രോസിനും കർത്താവിനും കൊടുക്കുവാൻ ആവശ്യമായ ദ്വിദ്രഹ്മപ്പണം അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നിങ്ങൾ ചില സമയങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടായ ഒരു അബദ്ധ നിമിത്തമായിരിക്കാം, ഒരാവശ്യത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ഇതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത സോഴ്സുകളിലൂടെ ദൈവത്തിന് നമ്മെ സഹായിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ നല്ല ഒരു ദൃഷ്ടാന്തമാണ് ഈ സംഭവം. ഇന്ന് രാത്രികാലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില വലിയ ആവശ്യത്തിന് മുമ്പിലായിരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ദ്വിദ്രഹ്മപ്പണവുമായിട്ട് ചില മത്സ്യങ്ങളെ നിങ്ങളുടെ അടുക്കലെത്തിക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. നിങ്ങളത് വിശ്വസിക്കൂ. ആരാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത്, എന്താണ് ഹെൽപ്പ് ചെയ്യേണ്ടത്, ആ ഹെൽപ്പ് അല്ലെങ്കിൽ വായിലുള്ള ഒരു മത്സ്യം നിങ്ങളുടെ അടുക്കലേക്ക് എത്തിച്ചേരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം.
കർത്താവെ, വീണ്ടും ഞങ്ങൾ തിരുസന്നിധിയോട് അടുത്തു വരുന്നു. കർത്താവെ, ഈ സമയങ്ങളിൽ കർത്താവെ, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പലരും കർത്താവെ പല വിഷയത്തിലും ഭാരപ്പെട്ടിരിക്കുന്നു, ചില ആവശ്യങ്ങളിൽ ആയിരിക്കുന്നു. കർത്താവെ, അവർക്ക് വേണ്ടി കർത്താവെ അത്ഭുതകരമായ വഴികളെ അങ്ങ് ഒരുക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എൻ്റെ പക്ഷത്ത് ഉണ്ട് എന്നുള്ള വചനപ്രകാരം ഈ ദിവസങ്ങളിൽ കർത്താവിൽ പ്രത്യാശ വയ്ക്കുവാൻ, കർത്താവെ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് നോക്കുവാൻ ഓരോ ദൈവമക്കളെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷിക്കാത്ത വഴികൾ തുറക്കുന്ന ദൈവമാണ് എന്നുള്ളൊരു ബോധ്യം ഓരോരുത്തർക്കും നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഓരോ സമയത്തും ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവവചനം കർത്താവെ ദേവദാസനിലൂടെ ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ അത് ഏറ്റെടുക്കുവാൻ, ആ വചനത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ, ആ വചനം ഏറ്റു പറയുവാൻ, അത് മുഖാന്തരമുള്ള നന്മകൾ കണ്ട് സന്തോഷിക്കുവാൻ കർത്താവെ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. ആവശ്യത്തിലായിരിക്കുന്നവർ, കർത്താവെ ഭാരത്തിലായിരിക്കുന്നവർ, എന്ത് വിഷയമായിരുന്നാലും കർത്താവെ അവർക്ക് ആവശ്യമാകുന്ന വഴികൾ കർത്താവ് അങ്ങ് ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ആ ദൈവിക നന്മകൾ പ്രാപിക്കുവാൻ, അത് കണ്ട് സന്തോഷിപ്പാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും ജനങ്ങൾ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രതികൂലങ്ങളും, അത് രോഗമാകട്ടെ, സാമ്പത്തിക പ്രതിസന്ധിയാകട്ടെ, ബിസിനസ് തകർച്ചയാകട്ടെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാകട്ടെ, ആ പ്രശ്നങ്ങൾ നിമിത്തം മാതാപിതാക്കൾക്കും ടീച്ചേഴ്സിനുണ്ടാകുന്ന പ്രശ്നങ്ങളാകട്ടെ, ഈ പ്രശ്നങ്ങൾക്കെല്ലാം കർത്താവ് തന്നെ ഒരു പരിഹാരം വരുത്തുവാൻ നമുക്ക് ആത്മാർത്ഥത്തോട് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും ശക്തമായിട്ട് ആ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ നിങ്ങൾ വിഷമിക്കുന്ന ചില പ്രത്യേക വിഷയങ്ങൾക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആ പ്രത്യേക വിഷയത്തിൽ ദൈവത്തിൻ്റെ വലിയ കരം വെളിപ്പെട്ടു വരുവാൻ, ഇതുപോലെ പത്രോസിന് വേണ്ടി അത്ഭുതം ചെയ്തതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമുക്ക് ആ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ നല്ല രാത്രി സമയത്തിനായി വേണ്ടി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയങ്ങൾക്കും മറുപടി ലഭിക്കാതെ പോകയില്ല, അത് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, അങ്ങയുടെ വചനം പറയുന്നത് പോലെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാറ്റിനും കർത്താവ് മറുപടി തന്നുകൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഇന്ന് രാത്രിയിൽ കർത്താവെ, പലവിധ വ്യഥകളിലൂടെ, ഭാരങ്ങളിലൂടെ, ആവശ്യബോധത്തിലൂടെ കടന്നു പോകുന്ന നിൻ്റെ ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവരെ പരിപൂർണമായി കർത്താവ് സൗഖ്യമാക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവിൻ്റെ അടിപ്പണരാലുള്ള സൗഖ്യം ഞങ്ങൾ ഈ രാത്രിയിൽ കർത്താവെ കൽപ്പിച്ചാക്കുന്നു. കർത്താവെ, അങ്ങയുടെ നാമം മഹത്വമെടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവെ, ഹാലിൽ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ ഞങ്ങളെ കേൾക്കുന്നു. അവർക്ക് വേണ്ടി ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ കർത്താവെ അങ്ങയുടെ സ്വർഗീയ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല. അങ്ങയുടെ കലവറ തുറന്ന് കർത്താവെ, ധനവും മാനവും പുരാതന സമ്പത്തും അങ്ങയുടെ പക്കലുണ്ട്. കർത്താവെ, ഹാലിൽ ആ പത്രോസിന് വേണ്ടി ആ മീൻ്റെ വയറ്റിൽ കിടന്ന ആ പണം കണ്ട് കർത്താവെ എടുക്കുവാൻ പറഞ്ഞതുപോലെ കർത്താവ് ശ്രേഷ്ഠ വഴികളെ ദൈവം തുറന്നു കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ചിന്തിക്കാത്ത ഇടത്ത് നിന്ന് വലുതും വിശാലവുമായി വാതിലുകൾ തുറന്നു വരട്ടെ എന്ന് ഞങ്ങൾ കൽപ്പിക്കുന്നു. കർത്താവെ, ഈ രാത്രിയിൽ കർത്താവെ, സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഏവർക്കും ദൈവം പുതിയ വഴികളെ, വാതിലുകളെ തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിൻ്റെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവ്, ഈ സിറ്റുവേഷനിൽ അവർ കർത്താവ് ലക്ഷ്യബോധത്തോടെ, ആവശ്യബോധത്തോടുകൂടെ കർത്താവെ, അവർ കർത്താവെ പഠനം കർത്താവെ ക്രമീകരിക്കുവാൻ അവരെ സഹായിക്കും. മാനസികമായി അവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ടീച്ചേഴ്സിനെ അനുസരിക്കുവാൻ കർത്താവെ അവർക്ക് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠനം ഒട്ടും ഉഴപ്പിക്കളയുവാൻ ഇടയാകില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പാൻഡമിക് സിറ്റുവേഷനിൽ കർത്താവ് പല വിധത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകർ ഞങ്ങളുടെ ചുറ്റിലുമുണ്ട്. കർത്താവെ, ജോലി നഷ്ടപ്പെട്ടവർ ഞങ്ങളോട് കൂടെയുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പുതിയ കർത്താവ് ജോലി അവർക്ക് ലഭിക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രണ്ടുപേർ ഐക്യമെത്തിപ്പെട്ടാൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും നൽകുമെന്ന് അങ്ങയുടെ വചനമാണ്. കർത്താവെ, അങ്ങയുടെ വചനത്തെ ഓർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന എല്ലാവർക്കും ജോലി ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വരുമാന മാർഗങ്ങൾ നിന്നുപോയവർ, കുറഞ്ഞുപോയവർ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോൺ അടയ്ക്കുവാൻ കഴിയാതെ, വാടക കൊടുക്കുവാൻ കഴിയാതെ, സ്വന്തമായി ഭവനമില്ലാതെ പല വിധത്തിൽ കർത്താവെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. മാത്രമല്ല കർത്താവെ, ഈ കോവിഡിനാൽ ഭാരപ്പെടുന്ന അനേകരുണ്ട്. കർത്താവെ, ഈ രോഗത്തിന് മൂർച്ഛന്യ അവസ്ഥകൾ അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
നല്ല കർത്താവ് ട്രീറ്റ്മെൻറ്റുകൾ അവർക്ക് ലഭിക്കുവാൻ, അവർക്ക് ഒരു പ്രയാസം ഉണ്ടാകാതിരിപ്പാൻ, അവരുടെ കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പോകാതിരിപ്പാൻ എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവെ മരണത്താൽ കർത്താവെ മാറ്റപ്പെട്ടു പോയവരുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒറ്റപ്പെട്ടു പോയവർ അനേകരുണ്ട് കർത്താവെ, കുഞ്ഞുങ്ങൾ ഒത്തിരി പേരുണ്ട് കർത്താവ്, മാതാപിതാക്കളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ട്, അവർക്കെല്ലാം ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കും. ഇടിവിൽ നിൽക്കുന്നു കർത്താവെ. സർവ്വാശ്വാസങ്ങൾ ഉടയവൻ അങ്ങാണല്ലോ നാഥ, അങ്ങ് അവരെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മനസ്സിന് ധൈര്യം നൽകണമേ. അവരെ കർത്താവെ അനേകർ കർത്താവ് അവരോട് കൂട്ടിച്ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന, അവരെ സഹായിക്കുവാൻ കഴിയുന്ന, അവരുടെ വിഷമതകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ കഴിയുന്ന അനേകരെ അവരോട് കൂട്ടിച്ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മാത്രവുമല്ല കർത്താവെ, അനേക വിധത്തിൽ പ്രതിസന്ധികൾ കർത്താവ് ഒറ്റപ്പെട്ടു പോയവരുണ്ട്, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കർത്താവെ ആവശ്യം കർത്താവെ, അവർക്ക് വിദേശ രാജ്യങ്ങൾ പോകുവാൻ ആഗ്രഹിക്കുന്നവർ, വിദേശത്തുള്ളവർ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവെ പ്രിയപ്പെട്ടവരുടെ നന്മകൾ കാണാതെ പ്രയാസപ്പെടുന്നവർ, അങ്ങനെ ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ ഞങ്ങളെ കേൾക്കുന്നു. അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ദിവസങ്ങളിൽ എല്ലാവർക്കും ഒരു ആശ്വാസത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, വിടുതലിൻ്റെ, നന്മയുടെ സാക്ഷ്യങ്ങൾ പറയുവാൻ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് രാത്രി ഞങ്ങളെ കേട്ട് എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തിരുനാമ മഹത്വം എടുക്കണം ഈ സമയം കർത്താവെ. ഞങ്ങളുടെ അധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അവർ തക്കയോഗ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുവാൻ അവരെ സഹായിക്കണമേ കർത്താവ്. ഈ സിറ്റുവേഷനിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പല വിധത്തിൽ അവർ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. അവരെ കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ പ്രൊവിഷൻസ് ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവ് മാന്യതകൾ ലഭിക്കേണ്ട മണ്ഡലങ്ങളിൽ മാന്യതകൾ ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ അധികാരസ്ഥരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവേകത്തോടെ, ജ്ഞാനത്തോടെ പ്രവർത്തിപ്പാൻ അവരെ സഹായിക്കണമേ. കാലക്കെടുതികൾ അനുഭവിക്കുന്നവരെ ദൈവമേ അവരെയും ദൈവം ആശ്വസിപ്പിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ ആവശ്യമായ ദൈവകൃപ എല്ലാ ദൈവജനത്തിനും മക്കൾക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, മാനവും മഹത്വവും കർത്താവിന് തരുന്നു. എല്ലാം ഞങ്ങൾക്ക് ആജ്യമച്ച് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ ബുധനാഴ്ചകളിലും രാത്രിയിൽ 7 മുതൽ 8 മണി വരെ ഈ പ്രോഗ്രാം ഉണ്ടായിരിക്കും. നിങ്ങൾ മാക്സിമം അത് കാണുക, നിങ്ങളത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ റിലേറ്റീവ്സിന്, ഫ്രണ്ട്സിന്, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്സിലേക്കൊക്കെ അത് ഷെയർ ചെയ്യുക. അനേകരിത് കേൾക്കട്ടെ, യേശുവിൻ്റെ സ്നേഹം അറിയട്ടെ, യേശുവിലുള്ള അത്ഭുതങ്ങൾ അവർ അനുഭവിക്കട്ടെ, കാണട്ടെ. അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ 11 മുതൽ 12:30 വരെ ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരിക്കും. വർഷിപ്പും ദൈവവചന ധ്യാനവും അതുപോലെ അതിൽ കയറുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സൺഡേയിലെ രാവിലെ 8 മുതൽ 10 വരെ ഇംഗ്ലീഷ് സർവീസ് ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് അറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ അതിൻ്റെ ലിങ്കുകൾ നിങ്ങൾ അയച്ചു കൊടുക്കുക. അതുപോലെ മലയാളം സർവീസ് 10 മുതൽ 12 വരെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. തമിഴ് അറിയാവുന്ന ആളുകൾക്ക് നമുക്ക് 12:30 മുതൽ 1:30 വരെയുള്ളതായ തമിഴ് സർവീസുണ്ട്. അത് നിങ്ങൾക്ക് ആരെങ്കിലും തമിഴ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവർക്ക് അയച്ചു കൊടുക്കുക. എല്ലാ മീറ്റിലും മാക്സിമം കയറുക. നമ്മുടെ സെൽ ഗ്രൂപ്പുകളുണ്ട്, അതുപോലെ ഓരോ മീറ്റിലും കയറുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദ ലോർഡ് ബ്ലെസ് യു and good night.